എല്ലാവർക്കും നമസ്കാരം. രാമായണം 6-ാം ദിവസം. രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പുറപ്പെടുന്നു. ഇനി സീതയുടെ തീരുമാനം അറിയണമല്ലോ. അന്തഃപുരത്തിലേക്ക് കടന്നു വന്ന രാമനെ സീത പുഞ്ചിരി തൂകി സ്വാഗതം ചെയ്തു. പക്ഷേ സീതയ്ക്ക് ആശ്ചര്യം. അകമ്പടിക്കാരാരുമില്ലാതെ അവിടുന്ന് എന്തേ നടന്നു വരാൻ? മുഖവരെയൊന്നും കൂടാതെ രാമൻ കാര്യം ധരിപ്പിച്ചു. അച്ഛൻ്റെ ആജ്ഞ പാലിക്കാനായി ഞാൻ കാട്ടിലേക്ക് പോകുന്നു. കൗസല്യ മാതാവിനെ ശുശ്രൂഷിച്ച് നീ ഇവിടെ സുഖമായി കഴിയുക. തുടർന്ന് ദശരഥൻ കൈകേയിക്ക് നൽകിയിരുന്ന വരങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. സീത തടസ്സമൊന്നും പറഞ്ഞില്ല. 14 വർഷം വനവാസം എങ്കിലങ്ങനെ, പക്ഷെ ഞാനും കൂടെ പോരുന്നു. വനവാസത്തിൻ്റെ ക്ലേശങ്ങൾ, ആപത്തുകൾ, ഇല്ലായ്മകൾ ഓരോന്നായി രാമൻ ചൂണ്ടിക്കാട്ടി. സീതയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. എന്നെ കൂടാതെ അങ്ങ് വനത്തിലേക്ക് പോയാൽ അങ്ങാണ് സത്യം, ഞാൻ പ്രാണൻ വെടിയും. രാമൻ മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ, പോരുക വൈകാതെ. രാമനും സീതയും ലക്ഷ്മണനും വനയാത്രയ്ക്ക് തയ്യാറായി. താപസന്മാർക്കും ബ്രാഹ്മണന്മാർക്കും സേവകർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്തു. അവരെല്ലാവരും 3 പേരെയും അകമഴിഞ്ഞ് ആശീർവദിച്ചു. സുമിത്രാദേവി ലക്ഷ്മണനെ സസന്തോഷം യാത്രയാക്കി. ഏറ്റവും സാരവത്തായ ഉപദേശവും നൽകി. രാമനെ ദശരഥനാണെന്നും സീതയെ ഞാനാണെന്നും കാടിനെ അയോധ്യയാണെന്നും സങ്കല്പിച്ചു കൊള്ളുക. നിന്റെ വനയാത്ര നന്നായി വരട്ടെ. 3 പേരും ഒരുമിച്ച് അച്ഛനോട് യാത്ര പറയാനായി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. രാമൻ വനവാസത്തിന് പോകുന്ന വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പരന്നു. എല്ലാവരും കേകയപുത്രിയെ ശപിച്ചു. രാമൻ വനത്തിൽ പോകുന്നെങ്കിൽ നമുക്കും കൂടെ പോകാമെന്നായി പൗരാവലി. അവരെ സമാധാനിപ്പിച്ചത് വാമദേവനായിരുന്നു. രാമസീതാതത്വം അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, സീത ലക്ഷ്മി ഭഗവതിയും. ലക്ഷ്മണൻ ആദിശേഷനാണ്. രാവണാദികളെ കൊന്ന് ജഗത്രയത്തെ രക്ഷിക്കാനാണ് അവർ അവതരിച്ചിരിക്കുന്നത്. പൗരജനങ്ങൾ രാമതത്വം കേട്ട് ആശ്ചര്യഭരിതരായി. അവരുടെ താപവും തീർന്നു. രാമനോടൊപ്പം സീതയും ലക്ഷ്മണനും കൂടെ കാട്ടിലേക്ക് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ കൈകേയി കൂടുതൽ സന്തുഷ്ടയായി. രാമൻ രാജകീയമായ വേഷഭൂഷകൾ ഉപേക്ഷിച്ചു. മരവുരി ധരിച്ചു. ലക്ഷ്മണനും ജ്യേഷ്ഠനെ അനുകരിച്ചു. സീത ലജ്ജയോടെ രാമൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെങ്ങനെ ഉടുക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. വസിഷ്ഠൻ ഇടപെട്ടു. സീതവൽക്കലം ധരിക്കേണ്ടതില്ല. സർവാഭരണങ്ങളും ദിവ്യവസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് രാമനെ അനുഗമിക്കൂ. ദശരഥൻ സുമന്ത്രരോട് ആജ്ഞാപിച്ചു. രാമൻ്റെ വനയാത്രയ്ക്കായി രാജരഥം വരുത്തുക. രാമനും സീതയും ലക്ഷ്മണനും തേരിൽ കയറി. ദശരഥൻ ദുസ്സഹമായ ദുഃഖത്തോടെ രാമനെ വിളിച്ചു കരഞ്ഞു. മോഹാലസ്യം പൂണ്ട് ഭൂമിയിൽ വീണു. ഇനി വൈകിക്കണ്ട, വേഗം പോവുക. രാമൻ സുമന്ത്രർക്ക് നിർദ്ദേശം നൽകി. നിശ്ചലമായത് ലോകവും അന്നേരം. ഗുഹനും ലക്ഷ്മണനും എന്നുള്ളൊരു ഭാഗമാണ് ഇനി. രാമൻ കൊട്ടാരം വിട്ടുപോയി. ദശരഥൻ പരിചാരകരോട് പറഞ്ഞു, എന്നെ വേഗം കൗസല്യയുടെ ഗൃഹത്തിൽ എത്തിക്കുക. രാമനെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. ആ രാത്രി ശ്രീരാമനും സീതയും തമസാതീരത്ത് കഴിച്ചു. വില്ലും അമ്പും ധരിച്ച് ലക്ഷ്മണൻ അവർക്ക് കാവൽ നിന്നു. കൂടെ വന്നിരുന്ന പൗരജനങ്ങൾ ഉണരും മുൻപേ 3 പേരും എഴുന്നേറ്റ് യാത്ര തുടർന്നു. സുമന്ത്രർ അവരെ തേരിൽ ഗംഗാതലത്തിലെത്തിച്ചു. രാമൻ എത്തിയിരിക്കുന്നതറിഞ്ഞ് ഗുഹൻ വന്ദിപ്പാനായി എത്തി. ശൃംഗിവേരത്തിലെ നാടുവാഴിയാണ് ഗുഹൻ എന്ന നിഷാദൻ. തൻ്റെ രാജ്യത്തിൻ്റെ സ്വാമിയായി അദ്ദേഹം രാമനെ ക്ഷണിച്ചു. അവിടുന്ന് കനിവോടെ അത് നിരസിച്ചു. നീ എനിക്ക് അന്യനല്ല, സഖിയാണ്. നീ എനിക്ക് തന്ന രാജ്യം നീ തന്നെ പരിപാലിച്ചു കൊള്ളുക. ഇതെൻ്റെ വനവാസകാലമാണ്. 14 വർഷം കഴിയാതെ ഞാൻ ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ കാലുകുത്തുകയില്ല. അന്യർ തരുന്നത് ഭക്ഷിക്കുകയുമില്ല. രാമന് ജട പിരിക്കാൻ ഗുഹൻ ആലിൻകറ കൊണ്ടുവന്ന് കൊടുത്തു. ഇലയും പുല്ലും വിരിച്ച് ശയ്യ ഒരുക്കി. വെള്ളം മാത്രം കുടിച്ച് സീതയും രാമനും ഉറങ്ങാൻ കിടന്നു. ലക്ഷ്മണനും ഗുഹനും അവർക്ക് കാവൽ നിന്നു. അയോധ്യയിലെ രാജകുമാരൻ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ഗുഹന് സങ്കടം സഹിക്കാനായില്ല. ശ്രീരാമന് ഇങ്ങനെയൊരു ദുസ്ഥിതി വരാൻ കാരണം കൈകേയിയല്ലേ? അല്ല എന്ന് ലക്ഷ്മണൻ. പൂർവ്വജന്മങ്ങളിൽ മനുഷ്യർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് ഭൂമിയിൽ സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നത്. ഒരാളെയും അതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. പുണ്യപാപങ്ങൾ അനുഭവിച്ചു തീർക്കാനുള്ളതാണ് മനുഷ്യജന്മം. അതിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കുമാവില്ല. ഭാഗ്യവശാൽ കൈവന്ന ഭോഗങ്ങൾ അനുഭവിക്കാം. അതല്ലാതെ ഭോഗങ്ങളുടെ പിറകെ പായുന്നത് നിഷ്ഫലമാണ്. കൈവരുന്നത് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തതായാലും അറിവുള്ളവർ സന്തോഷത്തോടെ കഴിയുന്നു.
ലക്ഷ്മണനും ഗുഹനും തമ്മിൽ ഇങ്ങനെയൊന്ന് സംസാരിച്ചു നിൽക്കെ ഇരുൾ മാഞ്ഞു, സൂര്യൻ ഉദിച്ചു. ഗുഹൻ തന്നെ തോണി തുഴഞ്ഞ് രാജകുമാരന്മാരെയും സീതയെയും ഗംഗയുടെ അക്കരെ എത്തിച്ചു. തോണിയിലേറും മുമ്പേ ദേവി ഗംഗയെ പ്രാർത്ഥിച്ചു വണങ്ങി. വനവാസം കഴിഞ്ഞ് സുരക്ഷിതരായി മടങ്ങിയെത്തുന്നേരം അവിടത്തേക്കുള്ള ബലിപൂജകൾ നൽകിക്കൊള്ളാം. ആപത്ത് കൂടാതെ ഞങ്ങളെ രക്ഷിക്കണമമ്മേ. രാമലക്ഷ്മണന്മാരും വൈദേഹിയും ഭരദ്വാജാശ്രമത്തിലെത്തി. മുനിയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി. ആ രാത്രി അവർ അവിടെ കഴിച്ചു. അതിരാവിലെ ഉണർന്ന് യാത്ര തുടർന്നു. ചിത്രകൂട പർവ്വതത്തിലുള്ള വാൽമീകിയുടെ ആശ്രമത്തിലാണ് അടുത്തു ചെന്നത്. മഹർഷി ഫലമൂലങ്ങൾ നൽകി സത്കരിച്ചു. 14 വർഷം വനവാസകാലമാണ്. സീതയോടൊത്ത് സ്വൈരമായി കഴിയാനുള്ള ഒരു സ്ഥലം നിർദ്ദേശിച്ചാലും രാമൻ വാൽമീകിയോട് അപേക്ഷിച്ചു. വാൽമീകി മുനി മന്ദസ്മിതം പൊഴിച്ചു. സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു. അങ്ങനെയുള്ള നിനക്കൊരു വാസസ്ഥലം ഞാൻ എങ്ങനെ നിശ്ചയിക്കും? ഭക്തിപൂർവം ഭഗവാനെ ഭജിക്കുന്നവരുടെ മനസ്സ് തന്നെയാണ് അങ്ങേക്ക് വസിക്കാനുള്ള ഇടം. മൺകട്ടയെയും സ്വർണ്ണക്കട്ടയെയും ഒരുപോലെ കാണുന്ന മഹാത്മാക്കളുടെ മനസ്സല്ലേ അവിടുത്തെ പ്രിയമന്ദിരം. ശ്രീരാമനെ വേദസ്വരൂപനും വാസുദേവനും വരേണ്യനുമായി കണ്ട് വാൽമീകി വീണ്ടും വീണ്ടും സ്തുതിച്ചു. ഇനി അടുത്ത ദിവസം വാൽമീകിയുടെ പൂർവ്വകഥയുമായി അടുത്ത ദിവസം വരാം.